സാറ്റേൺ അഥവാ ശനി, സൗരയൂഥത്തിലെ 8 ഗ്രഹങ്ങളിൽ ഏറ്റവും സുന്ദരമായ ഗ്രഹം. ശനിക്ക് സൗന്ദര്യം നൽകുന്നത് അതിൻ്റെ ഇളമഞ്ഞ നിറവും ചുറ്റിലുമുള്ള അത്ഭുതകരമായ ആയിരക്കണക്കിന് വളയങ്ങളുമാണ്. ശനിയുടെ ഭുജങ്ങളിൽ വലിഞ്ഞു കിടക്കുന്ന സ്വർണ്ണമഴ പോലെ തിളങ്ങുന്ന വളയങ്ങൾ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്ന്. കോടിക്കണക്കിന് വർഷങ്ങളോളമായി ശനിക്ക് ചുറ്റിലും ഇവ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഒരേ സമയം അത്ഭുതവും വിചിത്രവുമായൊരു കാഴ്ച. ഇതിലെ ഓരോ വളയങ്ങൾക്കും നമ്മോട് ധാരാളം കഥകൾ പറയാനുണ്ട്. എന്താണ് ഈ വളയങ്ങളുടെ കഥ? ഇവ എങ്ങനെയാണ് രൂപപ്പെട്ടത്? ഇവയ്ക്കുള്ളിൽ യഥാർത്ഥത്തിൽ എന്തെല്ലാമാണുള്ളത്? ശനിയുടെ ഈ അത്ഭുത വളയങ്ങൾക്കിടയിലൂടെ നമ്മളൊരു യാത്ര നടത്താൻ പോവുകയാണ്. സൂര്യനിൽ നിന്നും ഏകദേശം 143 കോടി കിലോമീറ്ററുകൾക്ക് അകലെ 6ാമത്തെ ഗ്രഹമായിട്ടാണ് ശനി സൂര്യനെ വലം വയ്ക്കുന്നത്. വ്യാഴം കഴിഞ്ഞാൽ സൗരയൂഥത്തിലെ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ 2ാം സ്ഥാനക്കാരനാണ് ശനി. ഭൂമിയേക്കാളും 9 ഇരട്ടി വ്യാസമുള്ള ഒരു വാതക ഭീമൻ. 700 ഭൂമികളെ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന അത്രത്തോളം വലിപ്പമുള്ള ഈ ശനിയുടെ ആകെ വ്യാസം ഏകദേശം 1,16,000 കിലോമീറ്ററോളമാണ്. ഈ ഭീമൻ ഗ്രഹത്തെ മറ്റ് സകല ഗ്രഹങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നതും സുന്ദരനാക്കുന്നതും ഇതിൻ്റെ ഇളമഞ്ഞ നിറവും ചുറ്റിലുമുള്ള അത്ഭുതകരമായ അനേകം വളയങ്ങളുമാണ്. സൗരയൂഥത്തിലെ ഏതൊരു ഗ്രഹത്തേക്കാളും ഏറ്റവും വിപുലവും സങ്കീർണവുമായ വളയ വ്യവസ്ഥയുള്ളത് ശനിക്കാണ്. ഇത്രമാത്രം വളയങ്ങൾ എങ്ങനെയായിരിക്കും ശനിക്ക് ചുറ്റിലും വന്നു ചേർന്നത്? കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഈ വളയങ്ങളൊന്നും തന്നെ ശനിക്ക് ചുറ്റിലും ഉണ്ടായിരുന്നില്ല. നമുക്ക് ആ കാലഘട്ടത്തിലേക്ക് പോകാം. 10 കോടി വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടം. അന്നും ശനിക്ക് ചുറ്റിലും വളയങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തണുത്തുറഞ്ഞ ഒരു മഞ്ഞുലോകം ശനിക്ക് സമീപത്തുണ്ടായിരുന്നു. 400 കിലോമീറ്ററോളം വ്യാസമുള്ള പരിപൂർണമായും മഞ്ഞാൽ മൂടപ്പെട്ട വ്രിട്ടാസ് എന്ന അന്നത്തെ ശനിയുടെ ഉപഗ്രഹം. ഈ ഉപഗ്രഹം ശനിക്ക് തൊട്ട് സമീപത്തുകൂടിയായിരുന്നു ശനിയെ വലം വെച്ചിരുന്നത്. അതായത് ശനിയുടെ റോഷെ ലിമിറ്റിൻ്റെ സമീപത്തുകൂടെ. ഒരു പ്രപഞ്ച വസ്തുവിന് മറ്റൊരു വസ്തുവിൻ്റെ പ്രവേഗത്തെ നിഷ്ഫലമാക്കി സ്വന്തം ഗുരുത്വാകർഷണ വലയത്തിനുള്ളിൽ അകപ്പെടുത്തുവാൻ സാധിക്കുന്ന ദൂരത്തെയാണ് റോഷെ ലിമിറ്റ് അഥവാ റോഷെ പരിധി എന്ന് വിളിക്കുന്നത്. ഈ പരിധി എന്നത് 2ാമത്തെ വസ്തുവിൻ്റെ വേഗത, മാസ് എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. റോഷെ ലിമിറ്റിൽ എത്തിക്കഴിഞ്ഞാൽ വലിയ ആകാശഗോളത്തിൽ നിന്നുമുള്ള ടൈഡൽ ഫോഴ്സ് സമീപത്തെത്തുന്ന ചെറിയ ആകാശഗോളത്തിൻ്റെ സ്വയം ഗുരുത്വാകർഷണ ബലത്തെ മറികടക്കുന്നു. ഇതിൻ്റെ ഫലമായി ചെറിയ വസ്തു 2 വശങ്ങളിലേക്കും വലിച്ചു നീട്ടപ്പെടുകയും അവസാനം തകർന്നു പോവുകയും ചെയ്യും. ശനിയുടെ തൊട്ട് സമീപത്തുകൂടെ അമിത വേഗതയിൽ വലം വെച്ചിരുന്ന വ്രിട്ടാസ് എന്ന ഈ തണുത്ത ഉപഗ്രഹം ശനിയുടെ റോഷെ ലിമിറ്റിൽ എത്തിച്ചേർന്നു. ശനിയുടെ ഗുരുത്വാകർഷണ ശക്തിയിൽ അകപ്പെട്ടു പോയ വ്രിട്ടാസ് ഇരുവശത്തേക്കും വലിച്ചു നീട്ടപ്പെടുകയും അതിൻ്റെ ഫലമായി അവസാനം ഈ ഉപഗ്രഹം കോടാനുകോടി ചെറിയ കഷ്ണങ്ങളായി തകർന്നു പോവുകയും ചെയ്തു. ആ പൊടിപടലങ്ങളെല്ലാം വ്രിട്ടാസ് ശനിയെ വലം വെച്ച അതേ വേഗതയിൽ ശനിയെ വലം വയ്ക്കാൻ തുടങ്ങി. ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ വ്രിട്ടാസിൻ്റെ പൊടിപടലങ്ങളെല്ലാം ശനിക്ക് ചുറ്റിലും ഒരു വളയമായി തീർന്നു. അത് ശനിക്ക് ചുറ്റും ഒരൊറ്റ വളയമായിരുന്നു. എന്നാൽ കാലങ്ങൾ കഴിയുന്തോറും ആ വളയം പല ഭാഗങ്ങളായി മാറി. ആ സമയത്ത് ഇതിന് ഇന്നത്തേതിനേക്കാൾ വലിപ്പവും തിളക്കവും മാസുമെല്ലാം ഉണ്ടായിരുന്നു. കാലങ്ങൾ കഴിയുന്തോറും ശനിയുടെ സമീപത്തുള്ള വളയത്തിലെ പദാർത്ഥങ്ങളെല്ലാം മഴ പോലെ ശനിയിലേക്ക് പെയ്തിറങ്ങുകയും ചെയ്തു. മറ്റു വളയങ്ങളുടെ നിറം മങ്ങി മങ്ങി വരികയും ചെയ്തു. അങ്ങനെ കാലങ്ങൾ കഴിയുന്തോറും ഇന്ന് നമ്മൾ കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുന്ന ഈ വളയങ്ങളായി മാറി. ഏതൊരു വാനനിരീക്ഷകൻ്റെയും മനം കവരുന്നതാണ് ടെലസ്കോപ്പിലൂടെയുള്ള ശനിയുടെ വളയങ്ങളുടെ കാഴ്ച. നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെ നല്ലതുപോലെ കാണാമായിരുന്നത് കൊണ്ട് ചരിത്രാതീത കാലം മുതൽ തന്നെ മനുഷ്യനറിയാവുന്ന ഒരു ഗ്രഹമായിരുന്നു ശനി. 1610 ഗലീലിയോ ഗലീലിയാണ് ടെലസ്കോപ്പിലൂടെ ശനിയുടെ വളയങ്ങളെ ആദ്യമായി നിരീക്ഷിച്ചത്. നാസ വിക്ഷേപിച്ച വോയേജർ 1, വോയേജർ 2, കാസിനി, പൈനിയർ 11 എന്നീ പേടകങ്ങൾ ശനിയുടെ വളയങ്ങളുടെ സമീപത്തെത്തിയപ്പോഴാണ് ഈ വളയങ്ങൾ എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത്. ഇവയിൽ ശനിയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി മാത്രം വിക്ഷേപിച്ച കാസിനിയാണ് വളയങ്ങളെക്കുറിച്ചുള്ള അത്ഭുതകരമായ ഒട്ടനേകം വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത്. ഇത് ഒരൊറ്റ വളയമല്ല,
പ്രധാനമായും 7 വളയങ്ങളാണ്. ഇവയ്ക്ക് ഓരോന്നിനിടയിലും വിടവുകളുമുണ്ട്. മാത്രമല്ല ഓരോ പ്രധാന വളയങ്ങൾക്കും 500 മുതൽ 1000 ഉപവളയങ്ങളുമുണ്ട്. ഭൂമിയിൽ നിന്നും ചന്ദ്രൻ വരെയുള്ള ദൂരത്തേക്കാളും വിസ്താരമുണ്ട് ഈ വളയ വ്യൂഹത്തിന്. സൗരയൂഥത്തിൽ സൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിസ്താരമുള്ള വസ്തുവാണ് ശനിയുടെ വളയങ്ങൾ. ഇത് ശനിയുടെ ഉപരിതലത്തിൽ നിന്നും ഏകദേശം 7000 കിലോമീറ്റർ മുതൽ 4 ലക്ഷം കിലോമീറ്റർ വരെ ദൂരത്തേക്ക് വ്യാപിച്ചു കിടക്കുന്നു. ഇവയുടെ കനം ശരാശരി 1 കിലോമീറ്ററിലും താഴെയാണ്. ശനിയെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് പാറകളും പൊടിപടലങ്ങളും ഐസ് കട്ടകളും എല്ലാം ചേർന്നതാണ് ഈ വളയങ്ങൾ. ഇവയിൽ ചെറിയ തരിയുടെ മാത്രം വലിപ്പമുള്ള പദാർത്ഥങ്ങൾ മുതൽ വലിയ ബസിനേക്കാളും വലിപ്പമുള്ള പദാർത്ഥങ്ങൾ വരെയുണ്ട്. ശനിയുടെ ഓരോ വളയങ്ങളെയും നമുക്ക് വിശദമായി കാണാം. ശനിയുടെ ഏറ്റവും സമീപത്ത് സ്ഥിതി ചെയ്യുന്നതും ഏറ്റവും ഉള്ളിലുള്ളതുമായ വളയമാണ് ഡി റിംഗ്. വളരെയേറെ മങ്ങിയതും തെളിച്ചം കുറഞ്ഞതും ദുർബലവുമായ വളയമാണിത്. മറ്റു വളയങ്ങളെപ്പോലെ ഈ വളയം ശനിക്ക് ചുറ്റിലുമുണ്ട് എന്ന് നമുക്ക് തോന്നുക പോലുമില്ല. ശനിയിൽ നിന്നും ഏകദേശം 66,900 കിലോമീറ്ററുകൾ മുതൽ ആരംഭിച്ച് 74,000 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന വളയം. സാന്ദ്രത വളരെയേറെ കുറവായ ഈ വളയത്തെ ഗോസ്റ്റ് റിംഗ് എന്നും വിളിക്കുന്നുണ്ട്. ക്യാസിനിയാണ് ഡി റിങ്ങിനെക്കുറിച്ച് വളരെ വിശദമായി പഠിച്ച് നമുക്ക് പറഞ്ഞു തന്നത്. ക്യാസിനിയിൽ നിന്നും മനസ്സിലാക്കിയതനുസരിച്ച് ഡി റിംഗ് ഇതര വളയങ്ങളെക്കാൾ വളരെയേറെ ഗതിമാറ്റങ്ങൾ കാണിക്കുന്ന വളയമാണ്. ഇത് ശനിക്ക് സമീപത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിലെ പദാർത്ഥങ്ങൾ ശനിയിലേക്ക് പതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വളയം നിരന്തരം ഗതിമാറ്റങ്ങൾ കാണിക്കുന്നത്. ഡി റിങ്ങിൽ 30 കിലോമീറ്റർ അകലത്തിൽ തിരമാലകൾ പോലുള്ള ഒരു സൂക്ഷ്മ സ്കെയിൽ ഘടനയുണ്ട്. ആദ്യ നിരീക്ഷണത്തിൽ സി റിങ്ങിനും ഡി റിങ്ങിനും ഇടയിലുള്ള വിടവിൽ കാണപ്പെട്ട ഈ ഘടന 2009 ഡി റിങ്ങിൽ നിന്നും ബി റിങ്ങിൻ്റെ ആന്തരിക അറ്റത്തേക്ക് 19,000 കിലോമീറ്റർ വരെ വ്യാപിച്ചതായി കണ്ടെത്തി. ഡി റിങ്ങിന് പുറത്തും ബി റിങ്ങിൻ്റെ ഉള്ളിലുമായി സ്ഥിതി ചെയ്യുന്ന വീതിയേറിയ എന്നാൽ മങ്ങിയതുമായ ഒരു വളയമാണ് സി റിംഗ്. ഈ സി റിങ്ങും നമുക്ക് പരിപൂർണമായും കാണുവാൻ സാധിക്കില്ല. ശനിയിൽ നിന്നും ഏകദേശം 74,000 കിലോമീറ്ററുകൾ മുതൽ 92,000 കിലോമീറ്ററുകൾ വരെ വ്യാപിച്ചു കിടക്കുന്ന റിങ്ങാണിത്. ഇതിൻ്റെ വ്യാപ്തം ഏകദേശം 18,000-ഓളം കിലോമീറ്ററാണ്. അതായത് നമ്മുടെ ഭൂമിയുടെ പകുതി നീളം. സി റിങ്ങിൽ കാണപ്പെടുന്ന പദാർത്ഥങ്ങളെല്ലാം വളരെയേറെ ചെറുതാണ്. വളരെ വലിപ്പം കുറഞ്ഞ ഐസ് കട്ടകളും കല്ലുകളും പൊടിപടലങ്ങളും ചിപ്പുകളും മാത്രം. അതുകൊണ്ട് തന്നെ ഈ റിങ് വളരെയേറെ മങ്ങിയതും സാന്ദ്രത കുറഞ്ഞതുമാണ്. 2004-2017 കാലഘട്ടങ്ങളിൽ കാസിനി അയച്ചു തന്ന ചിത്രങ്ങളിൽ നിന്നും സി റിങ്ങിൽ വിചിത്രമായ വ്യത്യാസവും ഇടവഴിയും വലിയ വിടവുകളും കണ്ടെത്തി. ഇന്നർ സി റിങ്ങിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിടവാണ് കൊളംബോ ഗ്യാപ്പ്. ഈ വിടവിലാണ് ശനിയുടെ കേന്ദ്രത്തിൽ നിന്നും 77,883 കിലോമീറ്റർ കേന്ദ്രീകരിച്ചിരിക്കുന്നതും എന്നാൽ ഇടുങ്ങിയതുമായ ദീർഘവൃത്താകൃതിയുള്ള കൊളംബോ വളയം സ്ഥിതി ചെയ്യുന്നത്. ടൈറ്റൻ എന്ന ശനിയുടെ ഉപഗ്രഹത്താൽ ഓർബിറ്റൽ റെസൊണൻസിൽ നിയന്ത്രിക്കപ്പെടുന്ന ഈ വളയത്തെ ടൈറ്റൻ വളയം എന്നും വിളിക്കും. കൊളംബോ ഗ്യാപ്പ് പോലെ സി റിങ്ങിലുള്ള മറ്റൊരു വിടവാണ് മാക്സ്വെൽ ഗ്യാപ്പ്. ഈ ഗ്യാപ്പിൽ യുറാനസിൻ്റെ വളയത്തോട് സാമ്യമുള്ള വളയം സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിനെ മാക്സ്വെൽ റിംഗ്ലെറ്റ് എന്നാണ് വിളിക്കുന്നത്. അടുത്തത് വെറുമൊരു വളയം മാത്രമല്ല, ഇത് ശനിയുടെ ശിരസിലിരിക്കുന്ന കിരീടമാണ്. സി റിങ്ങിൻ്റെ പുറത്തും സി റിങ്ങിനെയും എ റിങ്ങിനെയും വിഭജിക്കുന്ന കാസിനി ഡിവിഷന് ഇടയിലുമായി നിലനിൽക്കുന്ന ശനിയുടെ ഏറ്റവും തിളക്കവും വലിപ്പവും സാന്ദ്രതയും കൂടിയ വളയം. ശനിയിൽ നിന്നും ഏകദേശം 92,000 കിലോമീറ്ററുകൾ മുതൽ 1,17,500 കിലോമീറ്ററുകൾ വരെ നീണ്ടുകിടക്കുന്ന 25,500 കിലോമീറ്ററോളം വ്യാപ്തമുള്ള, അതായത് ഭൂമിയുടെ വലിപ്പത്തിന് തുല്യമായ വ്യാപ്തമുള്ള വലിയ വളയം ബി റിംഗ്. ഇതിനുള്ളിൽ കാണപ്പെടുന്ന പദാർത്ഥങ്ങളെല്ലാം വലുതും സാന്ദ്രവുമാണ്. ശുദ്ധമായ ഐസ് കണികകൾ, കല്ലുകൾ, ധൂളികൾ, ചെറിയ ഗ്രാവലുകൾ എന്നിവയാണ് ഈ റിങ്ങിനുള്ളിലുള്ളത്. ഏകദേശം 5 മീറ്ററുകൾ മുതൽ 15 മീറ്റർ വരെയാണ് ഈ റിങ്ങിൻ്റെ കനം. ഇതിൻ്റെ ഒപ്റ്റിക്കൽ ഡെപ്ത് 0.4 മുതൽ 5-ൽ കൂടുതൽ വരെ വ്യത്യസ്തപ്പെടുന്നുണ്ട്. അതായത് ബി വളയത്തിൻ്റെ ചില ഭാഗങ്ങളിലൂടെ കടന്നുപോകുന്ന പ്രകാശത്തിൻ്റെ 99% അത് കടത്തിവിടുന്നില്ല. ബി റിങ്ങിൻ്റെ പല വശത്തും സാന്ദ്രവും തെളിച്ചവും വ്യത്യാസമാണ്. നമ്മൾ ഡി, സി എന്നീ റിങ്ങുകളിൽ കണ്ടതുപോലെ ബി റിങ്ങിൽ വിടവുകളൊന്നും തന്നെയില്ല. ഈ പ്രദേശത്തിൻ്റെ അതിർത്തിയിൽ ഏകദേശം 2.5 കിലോമീറ്ററുകൾ വരെ ഉയരമുള്ള വലിയ മൺകൂനകൾ പോലുള്ള ഘടനകളുണ്ട്. വോയേജർ ബഹിരാകാശ പേടകങ്ങൾ പകർത്തി നൽകിയ ചിത്രങ്ങളിൽ നിന്നും വളരെ വിചിത്രമായൊരു പ്രതിഭാസം കാണുവാൻ സാധിച്ചു.
സ്പോക്കറുകൾ എന്നറിയപ്പെടുന്ന 15 വർഷങ്ങളിൽ ഒരിക്കൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഇരുണ്ട റേഡിയൽ അടയാളങ്ങൾ. ഈ സ്പോക്കറുകൾ ഉണ്ടാകാനുള്ള കാരണം ശനിയുടെ കാന്തിക ക്ഷേത്രം മൂലം ഉയർന്നു വരുന്ന ചെറിയ ചാർജുകളോ ചോർന്നു പോകുന്നതായ പൊടിപടലങ്ങളോ ആണെന്നാണ് നിലവിലുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. 25 വർഷങ്ങൾക്ക് ശേഷം 2004 കസീനി ശനിയുടെ സമീപത്തെത്തിയപ്പോൾ ഈ സ്പോക്കറുകൾ അപ്രത്യക്ഷമായി. തുടർന്ന് 2005 സെപ്റ്റംബർ 5 പകർത്തിയ ചിത്രങ്ങളിൽ അത് കാണപ്പെടുകയും ചെയ്തു. ശനിയുടെ ശൈത്യകാലത്തിൻ്റെയും വേനൽക്കാലത്തിൻ്റെയും മധ്യത്തിൽ അപ്രത്യക്ഷമാവുകയും വീണ്ടും പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു ഋതു പ്രതിഭാസമാണിത്. ശനിയുടെ ഏറ്റവും ഭാരം കൂടിയ വളയമാണ് ബി റിംഗ്. ശനിയുടെ വളയങ്ങളുടെ 80% ഭാരവും ബി റിങ്ങിൻ്റേതാണ്. ശനിയുടെ എ റിങ്ങിനും ബി റിങ്ങിനും ഇടയിൽ ഏകദേശം 4800 കിലോമീറ്ററോളം വീതിയുള്ള ഒരു മേഖലയുണ്ട്. ക്യാസിനി ഡിവിഷൻ എന്നാണ് ഇതറിയപ്പെടുന്നത്. ശനിയുടെ ചിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കറുത്ത നിറമുള്ള ഇടവേളയാണിത്. ശനിയിൽ നിന്നും 1,17,000 കിലോമീറ്ററുകൾ മുതൽ 1,22,000 കിലോമീറ്ററുകൾ വരെ വിസ്തൃതിയിൽ കിടക്കുന്ന ഈ പ്രദേശം യഥാർത്ഥത്തിൽ ശൂന്യമല്ല. ഇതൊരു ലോ ഡെൻസിറ്റി റിംഗ് സോണാണ്. ഈ പ്രദേശം ഇതുപോലെയായി മാറിയതിനുള്ള പ്രധാന കാരണം ശനിയുടെ വളരെ ചെറിയ ഉപഗ്രഹമായ മീമസ് ആണ്. മീമസ് ക്യാസിനി ഡിവിഷനിലുള്ള പദാർത്ഥങ്ങളോട് 2:1 എന്ന റെസണൻസിലാണ് ശനിയെ വലം വയ്ക്കുന്നത്. അതായത് ക്യാസിനി ഡിവിഷനിലുള്ള ഒരു കണിക 2 തവണ ശനിയെ വലം വെച്ച് തീരുമ്പോൾ മീമസ് 1 തവണ വലം വെച്ച് തീർക്കും. ഇത് ഗ്രാവിറ്റേഷണൽ താളം സൃഷ്ടിക്കുന്നുണ്ട്. അതുമൂലം ഈ മേഖലയിൽ നിന്നും കണങ്ങൾ പുറത്തേക്ക് തള്ളപ്പെടും. അതുകൊണ്ടാണ് അവിടെ സാന്ദ്രത കുറഞ്ഞതും പ്രകാശം ഒരൽപ്പം മങ്ങിയതായി കാണുന്നതും. ഈ ക്യാസിനി ഡിവിഷൻ്റെ ഇന്നർ സൈഡിലായി സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്യാപ്പുണ്ട്. 1981 വോയേജർ 2 അയച്ചു തന്ന ചിത്രങ്ങളിൽ നിന്നുമാണ് ഹ്യൂജൻസ് ഗ്യാപ്പ് എന്നറിയപ്പെടുന്ന ആ വിടവ് നമ്മൾ ആദ്യമായി കാണുന്നത്. വളരെ തിളക്കമേറിയതും വളയങ്ങളിൽ ഏറ്റവും പുറത്തുള്ളതുമായ റിങ്ങാണ് എ റിംഗ്. ക്യാസിനി ഡിവിഷന് ശേഷം എഫ് റിങ്ങിന് തൊട്ട് മുൻപ് വരെയുള്ള ഭാഗത്താണ് എ റിംഗ് സ്ഥിതി ചെയ്യുന്നത്. ശനിയുടെ ഉപരിതലത്തിൽ നിന്നും 1,22,000 കിലോമീറ്ററുകൾ മുതൽ ആരംഭിച്ച് 1,36,775 കിലോമീറ്ററുകൾ വരെ പടർന്നു കിടക്കുന്ന ഏകദേശം 14,600 കിലോമീറ്ററോളം വീതിയുള്ള വലിയ ഭാഗമാണിത്. എ റിങ്ങിൽ പ്രധാനമായും ഐസ് കട്ടകളാണ് അടങ്ങിയിരിക്കുന്നത്. ഇവയുടെ ഭാരം പരസ്പരം വ്യത്യസ്തങ്ങളാണ്. ചെറിയ പൊടിപടലങ്ങൾ മുതൽ വലിയ കാറിനേക്കാളും വലിപ്പമുള്ള കട്ടകൾ വരെയുണ്ട്. എ റിങ്ങിൽ റേഡിയൽ ഡെൻസിറ്റി വേവ്സ്, സ്പൈറൽ ബെൻഡിംഗ് വേവ്സ് എന്നിവ താറുമാറാക്കിയ ഘടനകൾ കാണുവാൻ സാധിക്കും. ഈ പ്രദേശത്ത് വലിയൊരു വിടവും കാണുവാൻ സാധിക്കും. ശനിയുടെ കേന്ദ്രത്തിൽ നിന്നും 1,33,590 കിലോമീറ്ററുകൾ അകലെ കേന്ദ്രീകൃതമായ എ വലയത്തിനുള്ളിൽ 325 കിലോമീറ്ററോളം വീതിയുള്ള ഒരു വിടവുണ്ട്, NK ഗ്യാപ്പ്. ഇതിലൂടെ ഭ്രമണം ചെയ്യുന്ന ചെറിയ ഉപഗ്രഹമായ പാനിൻ്റെ സാന്നിധ്യം മൂലമാണ് ഇത് സംഭവിക്കുന്നത്. ക്യാസിനി പേടകത്തിൽ നിന്നുമുള്ള ചിത്രങ്ങളിൽ നിന്നും ഈ വിടവിനുള്ളിൽ 3 നേർത്ത കെട്ടുകളുള്ള ചിത്രങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. എ റിങ്ങിൽ സ്ഥിതി ചെയ്യുന്ന 42 കിലോമീറ്ററോളം വീതിയുള്ള മറ്റൊരു വിടവാണ് കീലർ ഗ്യാപ്പ്. വളയത്തിൻ്റെ പുറത്തെ അറ്റത്തു നിന്നും ഏകദേശം 250 കിലോമീറ്ററുകൾ ഉള്ളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 2005 മെയ് മാസം 1 കണ്ടെത്തിയ ഡാഫ്നിസ് എന്ന ചെറിയ ഉപഗ്രഹം ഇതിനുള്ളിലൂടെയാണ് ശനിയെ വലം വയ്ക്കുന്നത്. ഈ കീലർ വിടവിനെ ആദ്യമായി കണ്ടെത്തിയത് വോയേജർ പേടകമാണ്. 2006 ക്യാസിനി പകർത്തിയ എ റിങ്ങിൻ്റെ ചിത്രങ്ങളിൽ 4 ചെറിയ ചന്ദ്രകലകൾ അഥവാ മൂൺ ലൈറ്റുകൾ കാണുവാൻ സാധിച്ചു. ഏകദേശം 100 മീറ്ററുകൾ മാത്രം വ്യാസമുള്ള ഇവയെ നേരിട്ട് കാണുവാൻ സാധിക്കാത്ത അത്രത്തോളം ചെറുതാണ്. എ റിങ്ങിൽ ഇതുപോലെ 100 കണക്കിന് മൂൺ ലൈറ്റുകളുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. എ റിങ്ങിനും എഫ് റിങ്ങിനും ഇടയിലുള്ള ഒരു ഭാഗമാണ് റോഷെ ഡിവിഷൻ. ക്യാസിനി ഡിവിഷൻ പോലെ വ്യക്തമായൊരു ഭിത്തിയോ വിടവോ ഇതിനില്ല. ഏകദേശം 1,36,775 കിലോമീറ്ററുകൾ മുതൽ 1,39,380 കിലോമീറ്ററുകൾ വരെ വ്യാപിച്ചു കിടക്കുന്ന വളരെയേറെ മങ്ങിയ പ്രദേശമാണ് ഈ റോഷെ ഡിവിഷൻ. നമ്മൾ ആദ്യം കണ്ട റോഷെ ലിമിറ്റ് എന്ന ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസിന് കീഴിലുള്ള പ്രദേശമാണിത് എന്നാണ് കരുതപ്പെടുന്നത്. ഈ പ്രദേശത്തുള്ള കണികകൾക്ക് ഡെൻസിറ്റി വളരെയേറെ കുറവാണ്. ഐസും പാറക്കല്ലുകളുമാണ് ഈ പ്രദേശത്തുള്ളത്. ക്യാസിനി സ്പേസ് ക്രാഫ്റ്റിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് ഈ ഡിവിഷൻ ശരിക്കും ശൂന്യമല്ല എന്നും ഒരു ട്രാൻസ്മിഷൻ സോൺ ആണെന്നുമാണ്. റോഷെ ഡിവിഷൻ്റെ ആന്തരിക ഘടനയെക്കുറിച്ചുള്ള പഠനങ്ങൾ ഉപഗ്രഹങ്ങളുടെ രൂപീകരണത്തിൽ ഗ്രാവിറ്റി സ്ട്രെങ്ത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിനും പ്ലാനറ്ററി റിങ്സ് എങ്ങനെ ടൈമിൽ ഡെവലപ്പ് ചെയ്യപ്പെടുന്നു എന്ന് പഠിക്കുന്നതിനും
വളരെയേറെ ഉപകാരപ്പെടുന്നു. റോഷെ ഡിവിഷൻ കഴിഞ്ഞാൽ നമ്മൾ ചെന്നു ചേരുന്നത് ശനിയുടെ ഏറ്റവും അത്ഭുതകരമായൊരു വളയത്തിലാണ്, എഫ് റിംഗ്. ശനിയുടെ ഏറ്റവും പുറത്തായി സ്ഥിതി ചെയ്യുന്ന ഈ എഫ് റിംഗ് മറ്റു വളയങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെയേറെ കനം കുറഞ്ഞതും അസാധാരണ ഘടനയുള്ളതുമാണ്. ശനിയുടെ മധ്യഭാഗത്തു നിന്നും ഏകദേശം 1,40,180 കിലോമീറ്റർ ദൂരത്താണ് എഫ് റിംഗ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന് ശരാശരി 30,500 കിലോമീറ്ററാണ് വീതി. എഫ് റിംഗിൻ്റെ പ്രധാന പ്രത്യേകത അതിൻ്റെ ഡൈനാമിക് സ്വഭാവമാണ്. അതായത് ഈ വളയങ്ങൾക്ക് സ്ഥിരതയില്ല. ദിവസങ്ങൾക്കുള്ളിലോ മണിക്കൂറുകൾക്കുള്ളിലോ തന്നെ ഇതിൻ്റെ ആകൃതിയും ഘടനയും എല്ലാം മാറ്റപ്പെടാറുണ്ട്. ഇതിന് പ്രധാന കാരണം ഇതിന് സമീപത്തുകൂടെ ശനിയെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന പ്രോമിത്യൂസ്, പാൻഡോറ എന്നീ ശനിയുടെ 2 ഉപഗ്രഹങ്ങളാണ്. ഈ ഉപഗ്രഹങ്ങൾ എഫ് റിംഗിൻ്റെ ഇരുവശങ്ങളിലൂടെയുമാണ് ശനിയെ വലം വയ്ക്കുന്നത്. എഫ് റിംഗിനെ അത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. എഫ് റിംഗിനുള്ളിൽ പ്രധാനമായും ഉള്ളത് ഐസ് കട്ടകളും ചെറിയ ചെറിയ പാറകളുമാണ്. ക്യാസിനി എഫ് റിംഗിനെ സമീപിച്ച് അതിൻ്റെ 3D ഘടനയും അനിയന്ത്രിതമായ സ്വഭാവവും നിരീക്ഷിച്ചു. ആ സമയത്ത് ക്യാസിനി പകർത്തിയ ചിത്രങ്ങളിൽ നിന്നും പ്രോമിത്യൂസ് എന്ന ഉപഗ്രഹം ഈ വളയത്തിനുള്ളിൽ കുഴികൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ വളയങ്ങൾക്ക് വളരെ പെട്ടെന്ന് രൂപമാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ചിത്രീകരിച്ചു. എഫ് റിംഗിൻ്റെ പുറത്ത് വീണ്ടും വളയങ്ങളുണ്ട്. അവയെ ശനിയുടെ പുറം വളയങ്ങൾ അഥവാ ഔട്ടർ റിംഗ്സ് എന്നാണ് വിളിക്കുന്നത്. ഇവ പ്രധാനമായും ജി റിംഗ്, ഇ റിംഗ്, ഫോപ്പ് റിംഗ് എന്നിവയാണ്. ജി റിംഗ് ഒരു നേർത്ത വളയമാണ്. എഫ് റിംഗിന് തൊട്ട് പുറത്താണ് ജി റിംഗ് സ്ഥിതി ചെയ്യുന്നത്. മൈക്രോ ശ്രേണിയിലുള്ള ചെറിയ കണികകൾ ചേർന്ന ഒരു വളയമാണ് ജി റിംഗ്. ശനിയുടെ വളയങ്ങളിൽ ഏറ്റവും വീതിയുള്ളതും ഏറ്റവും വ്യാപിച്ചു കിടക്കുന്നതുമായ റിംഗാണ് ഈ റിംഗ്. മറ്റ് പ്രധാന വളയങ്ങൾക്ക് അപ്പുറത്താണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. ശനിയുടെ ഉപഗ്രഹമായ എൻസിലേഡസിൻ്റെ ഭ്രമണപഥത്തെ ചുറ്റിപ്പറ്റിയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിലെ കണികകൾ എൻസിലേഡസിൻ്റെ ഗീസറുകളിൽ നിന്നാണ് ഉത്ഭവിച്ചത് എന്നാണ് കരുതപ്പെടുന്നത്. പ്രധാന വളയങ്ങൾക്കപ്പുറം ഏറ്റവും വലുതും മങ്ങിയതുമായ ഒരു വളയമുണ്ട്, ഫോപ്പ് റിംഗ്. ശനിയുടെ മറ്റു വളയങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് ശനിക്ക് ചുറ്റിലും ചരിഞ്ഞാണ് നിലനിൽക്കുന്നത്. കൂടാതെ ഫോബ് എന്ന ഉപഗ്രഹത്തിൽ നിന്നുമാണ് ഈ റിംഗ് രൂപപ്പെട്ടത് എന്നാണ് കരുതപ്പെടുന്നത്. ശനിയുടെ വളയങ്ങൾക്കിടയിലൂടെ വലിയൊരു യാത്രയാണ് ഇപ്പോൾ നമ്മൾ നടത്തിയത്. എത്രമാത്രം അത്ഭുതകരമാണ് ഈ വളയങ്ങൾ അല്ലേ? ശനിയുടെ വളയങ്ങളെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.